വ്യത്യസ്തമായ സ്റ്റേ അനുഭവങ്ങൾ തേടി ഇടയ്ക്കിടെ ഒരു യാത്ര പോകാറുണ്ട്. ഇതും അങ്ങനെ ഒരു യാത്രയാണ്. കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്ന മാംഗോ വില്ലേജ് എന്ന റിസോർട്ടിലേക്ക് ഇന്ന് നമ്മുടെ യാത്ര. പോകുന്ന വഴിയിലുള്ള നെൽപ്പാടങ്ങളിലെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ കാരണം പാടങ്ങളിലൊന്നും അധികം പച്ചപ്പ് കാണാൻ കഴിയുന്നില്ല. വേനൽക്കാലമായതുകൊണ്ടും ചുറ്റും കൃഷിയിടങ്ങളായതുകൊണ്ടും പച്ചപ്പിനൊരു കുറവുമില്ല. മാംഗോ വില്ലേജ് റിസോർട്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ റിസോർട്ടിനകത്ത് ചെന്നു കഴിഞ്ഞാൽ ഏറെയും മാവുകളാണ്. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 28 കിലോമീറ്റർ അകലെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വെബ്സൈറ്റിലൂടെ റിസോർട്ടിനെ പറ്റി വായിച്ചറിഞ്ഞപ്പോൾ ഒന്ന് നേരിട്ട് കാണാൻ തോന്നി. പിന്നെ നേരം വൈകിച്ചില്ല. വേഗം ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് പ്രവേശന ഫീസും അവിടെ ഭക്ഷണത്തിൻ്റെ പാക്കേജും എല്ലാം അവർ വിശദമായി പറഞ്ഞു തന്നു. ഇവിടെ വരുന്നവർ മുൻകൂട്ടി റിസോർട്ടിലേക്ക് വിളിച്ച് എൻക്വയറി ചെയ്തു വേണം വരാൻ. ടൗണിൽ നിന്നും വളരെ മാറിയാണ് മാംഗോ വില്ലേജ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തവും അതിലുപരി വൃത്തിയായും ഈ റിസോർട്ടും പരിസരവും കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. പാലക്കാട് ഇങ്ങനെയൊരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്ന് പലർക്കും പുതുമയായി തോന്നുമായിരിക്കും. വളരെ ചുരുങ്ങിയ നിരക്കിൽ ഫാമിലിയായി ഒരു ദിവസം ചിലവിടാൻ പറ്റിയ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഒരിടമാണ് മാംഗോ വില്ലേജ് റിസോർട്ട്. റിസോർട്ടിനകത്ത് മാവ് നട്ടു വളർത്തി പരിപാലിച്ചു പോരുന്നത് കാണാൻ കഴിയും. ഈ റിസോർട്ടിൽ പരിമിതമായ സ്ഥലമാണെങ്കിലും വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. റിസപ്ഷന് തൊട്ടടുത്താണ് ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് പരിമിതമായ സീറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഭക്ഷണം നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്തതനുസരിച്ച് അവർ പാകം ചെയ്തു തരും. ഒട്ടും മോശമെന്ന് പറയാൻ കഴിയില്ല. കൂടാതെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഇൻഡോർ ഗെയിംസ്, സൈക്ലിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും ഈ റിസോർട്ട് ഉറപ്പു നൽകുന്നു. റിസോർട്ട് മുഴുവനായി ചുറ്റിക്കാണാൻ റിക്ഷ ടൈപ്പ് വണ്ടിയും ഇവിടെ കാണാം. കൂടാതെ തന്നെ സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതുപയോഗിച്ചും റിസോർട്ട് ചുറ്റിക്കാണാവുന്നതാണ്. ഈ റിസോർട്ടിനടുത്തായാണ് കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്ന സീതാർകുണ്ട് വാട്ടർഫോൾസ്. അത് മറ്റൊരു കാഴ്ചാനുഭവമാണ്. ഫോട്ടോഗ്രാഫർമാർക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും ഷൂട്ട് ചെയ്യാൻ പറ്റിയ അവസരമാണിവിടം. റിസോർട്ടിനകത്ത് തന്നെ പല കോട്ടേജുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സിംഗിൾ റൂം, ഡബിൾ റൂം എന്ന ഇനത്തിൽപ്പെടുന്നതും ഇവ ഓരോന്നിനും റേറ്റ് വ്യത്യാസമുള്ളതിനാൽ മുൻകൂട്ടി ഫോൺ വിളിച്ച് കൺഫർമേഷൻ എടുത്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ. സീസൺ ടൈം ആണെങ്കിൽ റൂംസ് വേക്കൻ്റ് ആയിരിക്കില്ല. പരിമിതമായ റൂമുകൾ മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയൂ. ഒരു ദിവസം കാലത്ത് മുതൽ വൈകിട്ട് വരെ സമയം ചെലവിടാനും അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരിടമാണ്. മഴക്കാലത്താണ് ഇവിടെ വന്നെങ്കിൽ നെല്ലിയാമ്പതി മലമുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടവും ഇവിടെ നിന്ന് കാണാൻ കഴിയും. സാധാരണ ഒരു കോട്ടേജാണ് ഇവിടെ ഉള്ളത്. 2 നിലകളിലായിട്ടാണ് കോട്ടേജുകൾ ഉള്ളത്. മുകളിലത്തെ ഭാഗമാണ് ഞാൻ താമസിച്ചത്. ശാന്തമായ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരിടം തന്നെയാണത്. നല്ല വലുപ്പമുള്ള എല്ലാ ഫെസിലിറ്റീസുമുള്ള ഒരു റൂമാണിത്. ഈ മുറിയുടെ പ്രധാന ആകർഷണം ഈ ബാൽക്കണിയിൽ നിന്നാൽ കിട്ടുന്ന കാറ്റും ഇവിടെ നിന്നാലുള്ള വ്യൂവും തന്നെയാണ്. വൈകുന്നേരമാവുമ്പോൾ ഇവിടെ തണുപ്പ് കൂടി വരാറുണ്ട്. ചുറ്റും കാടായ കാരണം ഇവിടെ തണുപ്പ് കുറച്ച് കൂടുതലാണ്. എത്ര വേനൽ ചൂടിലും ധാരാളം മാവും മറ്റു മരങ്ങളും പരിപാലിച്ചു പോരുന്നതുകൊണ്ട് അധികം ചൂട് ഇവിടെ അനുഭവപ്പെടാറില്ല. മിതമായ നിരക്കിൽ പാലക്കാടിനടുത്ത് ഒരു റിസോർട്ട് താമസം ആഗ്രഹിക്കുന്നവർക്ക് മാംഗോ വില്ലേജ് റിസോർട്ട് തീർച്ചയായും നിരാശപ്പെടുത്തില്ല.